ഇന്ന് മാർച്ച് മാസം 13-ാം തീയതി എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായമാണ്. ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതവർഗമായി തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവരുമായി ഒരു ഉടമ്പടി ചെയ്ത് ശാശ്വതമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ദൈവം മോശയെയും അഹരോനെയും സീനായി പർവ്വതത്തിലേക്ക് വിളിച്ചു. എന്നാൽ പർവ്വതത്തിലേക്ക് അവർ ചെല്ലുന്നതിന് മുൻപ് ദൈവം കർശനമായ ചില നിബന്ധനകൾ വെച്ചു. പർവ്വതത്തിന് ചുറ്റും അതിർ നിശ്ചയിക്കണം. ആ അതിർ കടന്ന് ഒരു ജന്തുവാകട്ടെ ഒരു മനുഷ്യനാകട്ടെ കടന്നു ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ജനങ്ങൾ കുളിച്ച് വസ്ത്രം ധരിച്ച് ശുദ്ധരായിരിക്കണം. 3 ദിവസം മുൻപ് അതെല്ലാം ചെയ്യണം. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്ത് പോലും വരാനായിട്ട് പാടില്ല. പർവ്വതത്തിലേക്ക് കയറി ചെല്ലുവാൻ മോശയ്ക്കും അഹരോനും മാത്രമേ അനുവാദമുള്ളൂ. ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ സേവിക്കുന്നതിലും ദൈവം എന്നും അതിരുകൾ വെച്ചിട്ടുണ്ട്. ദൈവസാന്നിധ്യമുള്ള പർവ്വതത്തിന് ചുറ്റും അതിർ വരയ്ക്കണമെന്നാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നാം കടന്നു വരുമ്പോൾ നാം അതിരുകൾ വെക്കണം. ആർക്കും ഇഷ്ടം പോലെ കടന്നു വന്ന് എന്തും ചെയ്യാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും കൊടുക്കാനായിട്ട് പാടില്ല. ദൈവാരാധന അതിരുകളുള്ളതാണ്. കുളിച്ച് വസ്ത്രം ധരിച്ച് വൃത്തിയാകണമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ശുഭ വസ്ത്രധാരണത്തോടു കൂടെ വേണം ദൈവസന്നിധി ചെല്ലുവാൻ. അതായത് ശുചിത്വത്തിന് ദൈവം എന്നും വില കൊടുക്കുന്നവനാണ്. ആത്മാവിൻ്റെ ശുദ്ധീകരണം മാത്രമല്ല, ശരീരത്തിൻ്റെ ശുദ്ധീകരണവും ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമം വായിച്ച് നോക്കുമ്പോൾ ദൈവം നൽകിയതായിരിക്കുന്ന കൽപ്പനകളിൽ ശരീരത്തെ സംബന്ധിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. വസ്ത്രത്തെ സംബന്ധിച്ചും ആഹാരത്തെ സംബന്ധിച്ചും എല്ലാത്തിനെ സംബന്ധിച്ചുമുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ ദേഹദേഹി ആത്മാവ് മൂന്നിനെയും ശുദ്ധീകരിക്കുവാൻ താല്പര്യമുള്ളവനാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ദൈവം നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ദേഹിയും ശുദ്ധീകരിക്കട്ടെന്നാണ്. ഒരു സമ്പൂർണ്ണമായിരിക്കുന്ന ശുദ്ധീകരണം ആഗ്രഹിക്കുന്നവനാണ് ദൈവം. അതിന് ജീവിതത്തിൽ അതിരുകൾ വയ്ക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് അതിരുകൾ? നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതും ചെയ്യുവാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ. അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് പോകുവാൻ അനുവാദമുള്ളതും പോകുവാൻ അനുവാദമില്ലാത്തതുമായിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ബന്ധം പുലർത്തുവാൻ അനുവാദമുള്ളതും അനുവാദമില്ലാത്തതുമായ കാര്യങ്ങൾ. ചില ആളുകൾക്ക് ജീവിതത്തിൽ യാതൊരു അതിരുമില്ല, തോന്നിയോലെ ജീവിക്കുക എന്ന് പറയും. ദൈവം അത് അനുവദിച്ചില്ല. ഇസ്രായേലിൽ കർശനമായ നിർദ്ദേശമെന്ന് നീ അതിർ വയ്ക്കണം. ഒരു ജന്തു പോലും പർവ്വതം തൊടരുത്. അതേക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഒരു ജന്തു പോലും പർവ്വതം തൊടരുത് എന്നുള്ളതായിരിക്കുന്ന കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു എന്നാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ അവരുടെ ഒരാട് ഓടി പർവ്വതത്തിലേക്ക് പുലി തിന്നാൻ കയറിയാൽ ആടിനെ കല്ലെറിഞ്ഞ് കൊല്ലണം, ചെന്ന് പിടിക്കാനൊക്കെ ഇല്ല. കർശനമായ നിയമങ്ങളാണ്. അതെന്തിനാ അങ്ങനെ വെച്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ജനം ദൈവ സാന്നിധ്യത്തെ ഭയപ്പെടണം. ദൈവ സാന്നിധ്യത്തെ ഭയപ്പെടണം. ഇന്ന് വിശ്വാസ സമൂഹത്തിനിടയിൽ തീരെ കുറഞ്ഞു പോയിട്ടുള്ളത് ദൈവ സാന്നിധ്യബോധമാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് സഭയിലും പള്ളിയിലുമൊക്കെ ആളുകൾ വരുന്നത് എത്ര ഒരതിരുമില്ലാതെയാണ്. അശുദ്ധമായ ചിന്തകളും കഴിഞ്ഞ ആഴ്ചത്തെ തെറ്റായ പ്രവൃത്തികളും ഒക്കെ ചെയ്ത് അതൊന്നും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ബന്ധങ്ങളൊക്കെ ശരിയാക്കിയൊന്നുമല്ല വരുന്നത്. നീ യാഗം കഴിക്കാനായിട്ട് വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്നറിഞ്ഞാൽ നീ ചെന്ന് നിരപ്പ് പ്രാപിച്ചിട്ട് വന്നേ യാഗം കഴിക്കാവൂ എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ വഴക്ക് വെച്ചും കൊണ്ട് മത്സരം വെച്ചും കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് യാഗം കഴിക്കുന്നവരെ ആളുകളുണ്ട്. അവരങ്ങനെ ചെയ്യാനുള്ളതായിരിക്കുന്ന കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പൊതുവായിരിക്കുന്ന ഭയം അവരുടെ ഹൃദയത്തിലില്ല. ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തിൻ്റെ ദീർഘക്ഷമയും ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സിലാക്കിയതായിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് സാരമില്ല, ദൈവം അതൊന്നും മൈൻഡ് ചെയ്യില്ല എന്നല്ല. അങ്ങനെയല്ല. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ദൈവത്തോട് അടുക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിരുകൾ വയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ സംസാരത്തിനും പെരുമാറ്റത്തിനും പോക്കുവരവിനും തീറ്റി കുടിക്കും ലംഘിക്കരുതാത്ത അതിരുകൾ ഇന്നും വയ്ക്കുന്നത് നല്ലതാണ്. മദ്യവും മയക്കുമരുന്നും നിയന്ത്രണങ്ങളില്ലാത്ത ലൈംഗിക ബന്ധങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും ഇൻ്റർനെറ്റിൻ്റെ തെറ്റായ ഉപയോഗങ്ങളും ധാരാളമുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ വ്യക്തമായ അതിരുകൾ വയ്ക്കാതിരുന്നാൽ നമ്മുടെ യുവാക്കന്മാർ, യുവതികളും കുഞ്ഞുങ്ങളും തെറ്റിപ്പോകും. നമ്മളെന്തിനാ പ്രായമുള്ളവർ പോലും തെറ്റിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിരുകൾ വ്യക്തമായി മാർക്ക് ചെയ്തിട്ടുള്ള വ്യക്തമായ അതിരുകളുള്ള ആളുകളായിട്ട് നമുക്ക് ഇരിക്കാം. എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, എവിടെ പോകാം, എവിടെ പോകരുത്, എന്ത് പറയാം, എന്ത് പറയരുത്, എന്ത് തിന്നാം, എന്ത് കുടിക്കാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ധാരണകളുള്ളവരായി അതിനെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.